ഈ ആളുകളുള്ള വീട്ടിൽ എനിക്ക് കക്കുന്ന ഇഷ്ടമല്ല അവന്. ആളുകളുള്ള വീട്ടിൽ കക്കുന്ന ഇഷ്ടം. നമ്മൾ അഭിനയിച്ച ഇട്ടിമാണിയിലെ സാറിന്റെ പടം ഇല്ല സാജൻ ബേക്കർ മാത്രമേ ഉള്ളൂ. സാജൻ ബേക്കറിയും ഈ പടവും ഉള്ളൂ നമ്മൾ തമ്മിൽ അഭിനയിച്ചത്. അതിൽ പിന്നെ ഏതെങ്കിലും പടത്തിൽ വന്നാണ് കോമ്പിനേഷൻ കാണുന്നില്ല. ക്ലീൻ ഷേവ് ചെയ്ത് മുടി വെട്ടിയ ജാഫ്രിക്ക് ഒരു ഒരു വില്ലൻ ലുക്കാണ് ആക്ച്വലി. ക്ലീൻ ഷേവ് ചെയ്ത എന്നാൽ നല്ല താടി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. നല്ലവനായ ലുക്കാണ്. ഇപ്പൊ ആകെ പട കേശവന്റെ വണ്ടി നിന്റെ മോന്റെ മെത്തറിഞ്ഞു മുട്ടിച്ചതാ. കുട്ടിമരിച്ചില്ല ആയുസിന്റെ ഒരു ബലി അങ്ങനെ. അപ്പൊ എന്റെ വറീസേനെ വെച്ച് ഒത്തിരി കാശുണ്ടായി. അതൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയാൻ മണി, കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് പുള്ളി സ്റ്റൗവായിട്ടും ഗ്യാസായിട്ടും 5-6 കുക്കേഴ്സിനെ കൊണ്ട് നടക്കും. പുള്ളി തന്നെ അവരുണ്ടാക്കുമ്പോൾ നടക്കും. ഇപ്പം ഞങ്ങളൊക്കെ ട്രിപ്പ് പോയിക്കുമ്പോൾ പുള്ളി മീൻകറി വയ്ക്കുകയാണെങ്കിൽ ഇറച്ചി വയ്ക്കും. ഇറച്ചി ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ പുള്ളി മീൻ വയ്ക്കും. പുള്ളി ഒരു ചമ്മന്തി സ്പെഷ്യലുണ്ടാകും. അതൊക്കെ അങ്ങനെ. മലയാളം ഇൻഡസ്ട്രിയിൽ ഡാർക്ക് ത്രില്ലർ ഫിലിമായ അമോസ് അലക്സാണ്ടറിന്റെ അമേസിംഗ് സ്റ്റാർ കാസ്റ്റ് ആണ് എൻ്റെ ഒപ്പം. വെൽക്കം അജു, വെൽക്കം താര, വെൽക്കം ജാഫ്രിക്ക ടു ക്ലബ് FM. ടീസറും പോസ്റ്ററും എല്ലാം കണ്ടിട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ശരിക്കും എന്താണ് അമോസ് അലക്സാണ്ടർ? സിനിമയിൽ അമോസ് അലക്സാണ്ടർ ക്യാരക്ടറാണോ അല്ലെങ്കിൽ ചേട്ടൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് അമോസ്? അത് എന്നാന്ന് എനിക്ക് വ്യക്തമല്ല. ആമോസും അലക്സാണ്ടർ 2 പേരുണ്ടിനാണ്. ഒന്നിച്ച് കൂട്ടി വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കും. രണ്ടായിട്ട് കൂട്ടി വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 പേരാണ്. ശരിക്കും ആരാണ് അമോസ്? ആരാണ് അമോസ്? നമുക്ക് നോക്കാം. നമുക്ക് പടം പറ്റേ ഒന്ന് കാണാം. നമുക്ക് അന്നേരം നമുക്ക് ഇപ്പോ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ജാഫ്രിക്കയുടെ ലുക്ക് ഭയങ്കര വെറൈറ്റി ഉണ്ട് ഇപ്രാവശ്യം. താടിയൊക്കെ വെച്ച് ആ ഐഡിയ ആക്ച്വലി ഡയറക്ടറിന്റെ ആയിരുന്നു അല്ലെങ്കിൽ ഡയറക്ടറുടെ മനസ്സിൽ കണ്ട ഒരു സാധനം പറഞ്ഞ് കൊടുത്തപ്പോൾ ഈ മേക്കപ്പ് മാനായ നരസിംഹസ്വാമി ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെയാണ് എൻ്റെ മുഖം വെച്ചിട്ട് അത് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ആ ലുക്കിലേക്ക് വന്നപ്പോഴത്തേനും? അടിപൊളി. ഒരപ്പാച്ചി കട്ടക്കയല്ലേ, അതിനകത്തേക്ക് ഒരു താടി കൂടെ വന്നപ്പോൾ വേറെ ഷേപ്പായി പോയി. ഇച്ചിരി നീണ്ടില്ലേ. നമ്മുടെ നാട്ടിലെ ചേട്ടൻ അല്ലെങ്കിൽ ചായക്കടയിലെ ചേട്ടൻ ഞാൻ കൂടുതൽ കണ്ടേക്കണത്. പക്ഷെ ഇതിൽ വന്നപ്പോൾ എൻറ്റയർലി ലുക്ക് അങ്ങോട്ട് മാറി. അപ്പൊ ആ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്തപ്പോ എന്ത് അടിപൊളിയായിരിക്കും. നോക്കിയോ, ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് ഞാൻ സംതൃപ്തനാണ് നന്നായിട്ട്. എനിക്ക് മുഖമൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം നല്ലൊരു ഇല്ലേ, ഒരു ചെറുപ്പക്കാരനായ വയസ്സല്ലേ. പിന്നെ അതിപ്പോഴുണ്ടല്ലോ അല്ലേ, ചെറുപ്പക്കാരനായ ഒരു വയസ്സൻ കറക്റ്റല്ലേ, വയസ്സന്മാരിലെ ചെറുപ്പക്കാരൻ. അങ്ങനെ അങ്ങനെയാണ്. ഇപ്പൊ 2 പേരും നോക്കുകയാണെങ്കിൽ ജേർണലിസ്റ്റ് ആണ് ഇതിൽ. ആക്ച്വലി 3 പേരും നോക്കുകയാണെങ്കിൽ തന്നെ ഒരാള് അദ്ദേഹത്തിന് അമോസ് അലക്സാണ്ടറിനെ തേടി വരുന്ന ജേർണലിസ്റ്റ്. പക്ഷെ പല ഏരിയയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യാത്ത ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ട് ഇനി? ഇവരാ ഷൂട്ട് ചെയ്തത്. അതായത് ഇതിന്റെ ഒരു പോർഷൻ കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ട്രാവലില് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഡയറക്ടർ അജയും ക്രൂവും താരയും കൂടെയാണ് ആ പോർഷൻ പോയി ഷൂട്ട് ചെയ്തത്. അതാണ് ആദ്യം ഷൂട്ട് ചെയ്ത പോർഷൻ. പോയതോടെ ഓട്ടോറിക്ഷ എങ്ങനെ ഓട്ടോറിക്ഷ അത്രയും പേര് പോയി. ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോയി. 10-14 ജില്ലയൊക്കെ അല്ല സംസ്ഥാനം വന്ന ആളാണ്. ഞാൻ കണ്ടപ്പോ കുറെ സ്ഥലം ഉണ്ടല്ലോ. അതെ, ടീസറിൽ നോക്കിയപ്പോ താരക്ക് കുറച്ചുകൂടി അതിനെ കുറിച്ച് പറയാൻ പറ്റും. താരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് ഇത്തരം സ്ഥലങ്ങൾ കവർ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? 2022 നമ്മളത് ചെയ്യുന്നത്. സോ ആ സമയത്ത് പോസ്റ്റ് കോവിഡ് കഴിഞ്ഞ് അധികം ആൾക്കാർ അങ്ങനെ ട്രാവൽ ചെയ്യാത്തൊരു സമയം. എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ആണെങ്കിൽ ഒരു പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും, അത്ര സ്മൂത്ത് ആയിട്ട് പോകുമല്ലോ എന്ന്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 14 സ്റ്റേറ്റ്സ് നമ്മൾ ബൈ റോഡ്. എത്ര ദിവസം എടുത്തു? ഓൾമോസ്റ്റ് 1 month. അതിലിടയ്ക്ക് എനിക്ക് കോവിഡ് വന്നു. സോ അങ്ങനെ ഒരു 7 days. ഒരു മാസത്തിൽ 14 സ്റ്റേറ്റും കവർ ചെയ്തു. ഓൾമോസ്റ്റ് 1 month. ആദ്യം പോയ സ്ഥലം ഏതായിരുന്നു? അപ്പോ നമ്മള് സേലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം സേലം നമ്മൾ ഫുൾ കയറി ഉത്തരാഖണ്ഡ് എത്തി, താഴത്തേക്ക് വന്ന് കൽക്കട്ടയിൽ നിന്ന് ഞാൻ അവിടുന്ന് പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്ത് പോന്നു. ഇവര് തിരിച്ച് ബൈ റോഡ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കേരളത്തിലേക്ക് വന്നു. ആക്ച്വലി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരുന്നു? ഞാൻ നോക്കിയപ്പോ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നവംബർ ലാസ്റ്റ്. ഈ മാസം ഈ ഒരു ടൈം നവംബർ ഡിസംബർ ആയിട്ട്. പക്ഷെ ഡയറക്ടർ തുടങ്ങിയത് 2022 തന്നെ. അതൊരു ഡയറക്ടർ സിനിമ കൺസീവ് ചെയ്ത് 2015 14 ഓൾമോസ്റ്റ് ഒരു 11 years ആയി. ഇപ്പോഴേ തുടങ്ങിയ കൂടുതൽ 13 years അടുത്തായി. ഓക്കെ. അപ്പൊ എപ്പോഴായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് ഈ സ്ക്രിപ്റ്റ്? കഴിഞ്ഞ വർഷം ഞാനായിരിക്കും ലാസ്റ്റ്. നമ്മൾ ജാഫ്രിക്കയാണ് ഈ സിനിമയെ ഇപ്പോഴത്തേക്ക് ഉള്ളൊരു പ്രൊഡക്ഷനിലോട്ട് എത്തിക്കുന്നതിന് റീസൺ ആയത്.
ജാഫ്രിക്ക അടുത്ത് വന്ന് എനിക്ക് തോന്നുന്നു അജയ് കണ്ട 10-100 ആൾക്കാർ അവസാനം ജാഫ്രിക്കയിലോട്ട് എത്താൻ ഒരു കാരണം ആരോ വഴിയായി. അങ്ങനെ ജാഫ്രിക്ക കഥ കേട്ടു. അങ്ങനെയാണ് ജാഫ്രിക്ക ആണ് ഇപ്പോഴത്തെ ഈ സിനിമ സംഭവിക്കാൻ കാരണം. അഷ്റഫ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിലോട്ട് എത്തിക്കാൻ. ഈ സിനിമയിലെ കഥാപാത്രത്തിലെ ആ ക്യാരക്ടറിൽ രസകരം തോന്നിപ്പിച്ച ഒരു എലമെന്റ് താടി അവർ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കാര്യമുണ്ട്, സാറിന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഈ കഥ കേൾക്കും എല്ലാം ചെയ്യും. കഥയൊക്കെ കേട്ട് നമ്മൾ അഭിനയത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അപ്പിയറൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി തരുമല്ലോ അവര്. ഡയറക്ടർ പറഞ്ഞു കൊടുത്ത് അങ്ങനത്തെ ഷർട്ട് ഇടണം, അങ്ങനത്തെ പാൻറ് ഇടണം, അങ്ങനത്തെ ചെരുപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ മുഖത്ത് ഇങ്ങനെ വേണം, ഈ വര ഇങ്ങനെ ഇച്ചിരി തെളിക്കണം, ഇങ്ങനെ ഇവിടെ ഇച്ചിരി കറുപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇത് ഇട്ട് കഴിയൂലേ, അതൊരു പരിധിവരെ ശരിക്കും വലിയൊരു സംഭവം. അത് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാം അണിയിച്ചൊരുക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്യാരക്ടർ പിടിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയാം. സത്യം മമ്മൂക്ക ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ശ്രീരാമൻ ചേട്ടനായിട്ടുള്ള എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ആണ്. സ്വന്തമ്മാട കേട്ടു. സ്വന്തമ്മാടെ കുറിച്ചുള്ള ചോദ്യം ഞാൻ അനുകരിച്ചൊന്നുമല്ല കേട്ടോ. അല്ല, അനുകരിക്കുന്നതുകൊണ്ട് തെറ്റുവരില്ല. അല്ല, എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ അത് ഇന്റർവ്യൂ അനുകരിച്ചല്ല. അപ്പൊ ആ ഇന്റർവ്യൂ അങ്ങനെ ഞാൻ പക്ഷെ അത് വളരെ അതില് ശ്രീരാമൻ ചേട്ടി കണ്ട് സ്വന്തമ്മാടയിലൊക്കെ ഒരുപാട് അന്ന് ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഏറ്റവും സുന്ദരനായിട്ടിരിക്കുന്ന ആളെയാണല്ലോ നമ്മൾ അത്രയും പ്രായമേ മാടയായി മാറ്റുന്നത്, പ്രായമുള്ള ഗെറ്റപ്പിലോട്ട്. അതെ. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഭയങ്കര ഫാക്ടാണ് പറഞ്ഞേ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും നമ്മളല്ലല്ലോ ഇത്. അല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ. നമ്മുടെ കുളപ്പുള്ളി അപ്പൻ എന്ന് പറയുന്ന സിനിമ നരസിംഹ അല്ലേ? ആറാം നമ്പുരാൻ. ഈ 6-ാം നമ്പർ കുളപ്പുള്ളി അപ്പൻ നരേന്ദ്രപ്രസാദ് സാറിന് ആ കണ്ണിന് ഒരു വെട്ടും, ആ കണ്ണിട്ട് വാളിന് വെട്ട് കിട്ടിയതാ ഇങ്ങനെ. അപ്പൊ ഈ കണ്ണ് വെട്ടിങ്ങിട്ട് വെട്ട് കിടപ്പില്ലേ, അതൊക്കെ വെച്ച് ഇവിടെ കറുത്ത കേടാണ് ഇങ്ങനെ അങ്ങനെ നിന്നപ്പോഴായിരിക്കും പുള്ളിക്കാതെ. അതല്ല, കണ്ണിന് വെട്ട് കിട്ടിയില്ലെങ്കിൽ ആ കഥാപാത്രം ചിലപ്പോൾ അത്രയും ചോദിക്കൂലെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി ആ ഒരു ഇമ്പാക്ട്. വിജയരാഘവൻ കുട്ടേട്ടൻ എന്നോട് പറഞ്ഞിട്ട് മാഫിയിലാണ് കാലുവയ്യത്ത് മാഫിയിൽ. അതിൽ ക്ലോസപ്പ് എടുക്കാൻ അദ്ദേഹത്തിന്റെ ആ കാലുവയ്യത്ത് ക്യാരക്ടർ എനിക്ക് പേരിടുന്നത് മാഫിയ. അപ്പൊ ക്ലോസപ്പ് എടുക്കാൻ ആക്ച്വലി കാലില് മറ്റേ വെപ്പ് കാല് വെക്കണ്ട, ബ്രേസസ് ഇടണ്ട. പക്ഷെ ക്ലോസ് എടുക്കാൻ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു അതെനിക്ക് ഇടണമെന്ന് പറഞ്ഞു. അപ്പം ബിക്കോസ് അത് ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഈ ലുക്ക് ആക്ച്വലി മാറ്റർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എല്ലാം മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അന്നേരം അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ അല്ലല്ലോ കഥ കേട്ടത്. വെപ്പ് പല്ല് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതാണ് ആക്ച്വലി ശരിക്കും അങ്ങനെ ആ ഒരു ഫീൽ അതിൽ കിട്ടുമല്ലേ? അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഇതൊക്കെ ഇട്ട് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളറിയാതെ പിന്നെ നമ്മൾ കുറച്ച് ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കുറച്ച്. അതൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അത് ഇമ്പ്രൂവ് ആവുമല്ലേ? അങ്ങനെ ആയിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇതിനകത്ത് മേക്കപ്പിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം. ബാക്കി ഇപ്പൊ ഈ കേരളത്തിൽ ഇത് എവിടെ ഷൂട്ട് ചെയ്തത്? ആ വീട് കാണിക്കുന്നുണ്ടല്ലോ. ആ കേരളത്തിൽ തൊടുപുഴ അവിടെ തന്നെ സെറ്റ് ഇട്ടെല്ലാം ചെയ്തു. തൊടുപുഴ ഒരു വീടല്ലേ, ആ വീട്ടിലേക്കല്ലേ എല്ലാവരും വരുന്നതും പോകുന്നു. പിന്നെ അത് പള്ളി അച്ഛൻ അവരൊക്കെ കാണിക്കേണ്ട വേറെ സ്ഥലം അതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ്. ഇത് ഈ കുട്ടിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു അന്വേഷണമായിട്ട് ഈ കുട്ടി ആരെയും അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ ഒരു യാത്ര പോകുന്നതാണ് ആ പോർഷൻ. അതിനകത്ത് അന്നാ ഷൂട്ട് ചെയ്തതിനകത്ത് 10-15 മിനിറ്റ് കണ്ടേ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം ചെയ്തിട്ടിരിക്കുന്ന. അങ്ങനെയാണ് സാറ് ഞാനൊക്കെ ഒരേ ഡേറ്റിലന്നേ. ശരിക്കും താരയുടെ ഫസ്റ്റ് മലയാളം ഫിലിമാണ്, ഡെബ്യൂ മലയാളം ഫിലിമാന്ന് തോന്നുന്നു ആസ് എൻ ആക്ടർ. ലീഡ് ആക്ടർ അതിപ്പോ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിലീസ് ആവുന്നത് അമ്മൂസ് അലക്സാണ്ടർ. ആക്ച്വലി മോഡലായ താരം എങ്ങനെയാണ് ഈ സിനിമയിലെ താരമായി മാറിയത്? ഞാൻ മോഡലല്ല, ഞാൻ മോഡലല്ല, സിനിമ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തില് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയുടെ. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി തന്നെ നിൽക്കുമ്പോ എപ്പോഴും നമുക്ക് സിനിമ വരില്ല, വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ എപ്പോഴും ഒരു അഡ്വർടൈസ്മെന്റിലോട്ട് ഞാൻ കയറി. അഡ്വർടൈസ്മെന്റും എനിക്ക് പറഞ്ഞ മാതിരി അവിടെയും എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റുന്നു, ഇൻകം കിട്ടുന്നു. അങ്ങനെ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്തതാണ്. അങ്ങനെ അഡ്വർടൈസ്മെന്റ് വഴിയാണ് സിനിമയിലേക്ക് എത്തിയത്? അല്ല, ശരിക്കും ഇതിന് മുമ്പ് എന്തായിരുന്നു? അപ്പോ സിനിമയ്ക്ക് മുമ്പ്
ഇത് സിനിമ പരസ്യമൊക്കെ ഇട്ട് അതല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ലൈക്ക് അഡ്വർടൈസ് പ്രണവിന്റെ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഓൾമോസ്റ്റ് ഈ പറഞ്ഞ 12 വർഷമായിട്ട് ഞാൻ അവിടെയൊക്കെ തന്നെ 21-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ട് ചേരൻ സാറിന്റെ ഒരു പഴയ ചേരൻ സാറിന്റെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു, ചേരൻസ് ജേർണി എന്ന് പറഞ്ഞിട്ട്. അത് ധനുഷിന്റെ ഒരു പിന്നെ ഇനിയിപ്പോ വരാൻ പോകുന്നത് ഒരു അപസർപ്പക കഥ എന്ന് പറഞ്ഞിട്ടൊരു ഒരു എക്സ്പെരിമെന്റൽ മൂവി ഉണ്ട്. കൂടുതലും പിന്നെ മിസ്റ്റർ എക്സ് ഒരു തമിഴ് ഫിലിം, ആര്യയുടെ തമിഴ് ഫിലിം, ഇടുക്കി സംഭവം, അങ്ങനെ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് കോമൺ ആയിട്ട് തോന്നിയ ഒരു എലമെന്റ് എന്താണ്? ഹൈറ്റ് ഒരേപോലെ അല്ലേ? അല്ല, ഹൈറ്റ് ഒന്ന്. വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സെയിം ആയിട്ട് തോന്നിയൊരു സാധനം? രണ്ടുപേരും വലിയ സ്റ്റാർസ് തന്നെയാണ് മലയാള സിനിമയില്. പക്ഷെ അങ്ങനെ ഒരു ഞാൻ വലിയ സ്റ്റാർ ആണ്, എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇത് എനിക്ക് വരുത്തിയിട്ടേ ഇല്ല. നമ്മളല്ലല്ലോ. അതെ അല്ലേ, ഞങ്ങള് വരുത്താതെ ഇരുന്നാ ആയിരുന്നെങ്കിൽ ഞങ്ങള് വരുത്തിയേ. ആളൊരു ഭാഗമാണല്ലോ എന്നോർത്ത് മാത്രം, അല്ലെങ്കിൽ ഇതോറ്റാണോ അല്ലേ? ചുമ്മാ പറഞ്ഞാട്ടോ അല്ല, സിനിമയിൽ നമ്മളൊക്കെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ്. ജാഫ്രിക്ക ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഭയങ്കര എന്റർടൈനിങ് ആണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ ഏറ്റവും സീനിയർ ആണ്, നമ്മൾ ഇരുത്തി പറയുന്നതല്ല, വളരെ സീനിയർ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ പല മേഖലകളിലും. സ്റ്റേജ് ഏറ്റവും പാടുള്ളത്, സിനിമയല്ല ഏറ്റവും പാട് സ്റ്റേജാണ്. അവിടെ റീടേക്ക് ഇല്ല, ലൈവാണ്. അവിടെ തല്ലു വന്ന സ്റ്റേജിൽ കയറി തല്ലും. ഇത് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ കുളമായത് അപ്പം അറിയും റിസൾട്ട്. സീരിയൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും എഡിറ്റിങ്ങും റീടേക്കും എഡിറ്റർ എന്ന് പറയുന്നത്, എഡിറ്റ് ഭയങ്കരമായിട്ട് ഒരു ആക്ടറിനെ ഒരു സിനിമയെ സേവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, എനിക്ക് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനോടൊപ്പം പ്രോപ്പറായിട്ട് ഒരു ഇപ്പൊ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സാജൻ ബേക്കറിയിൽ 2 സീൻ, ആ സിനിമയിൽ ഏറ്റവും ആൾക്കാർ ആസ്വദിച്ചത് അദ്ദേഹത്തിന്റെ ആ സീനുകൾ. 2 സീനുകൾ ബാക്കി ഒന്നും ആ സിനിമയിൽ ആരും ആസ്വദിച്ചില്ല. ഇറങ്ങിയ സമയത്ത് ഒരുപാട് ക്രിറ്റിസിസം കിട്ടി, മോശം അഭിപ്രായം കിട്ടി. ഇന്ന് 5 വർഷം അപ്പുറം ഇന്ന് പലരും ആ സിനിമയെ കുറിച്ച് ഒരുപാട് പേര് നല്ല പറയുമ്പോൾ ഞാൻ അതിനെ വളരെ നന്ദിയോടെ സ്മരിക്കുന്നത്. അന്നും നല്ലപാട് മനുഷ്യന്റെ സീനാണ്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യണം, എനിക്കും കയറും. പിന്നെ എനിക്ക് അങ്ങനെ അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ആമോസ് അജയ് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ്? ജാഫ്രിക്ക. ഇത്രയും ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ജാഫ്രിക്കയോടൊപ്പം? ഞാൻ അല്ലാതെ അഭിനയിച്ചിട്ടില്ല. ഞാൻ വളരെ നമ്മൾ അഭിനയിച്ച ഇട്ടിമാണിയിലെ പടം ഇല്ല, സാജൻ ബേക്കറി മാത്രമേ ഉള്ളൂ. സാജൻ ബേക്കറിയും ഈ പടവും ഉള്ളൂ നമ്മൾ തമ്മിൽ അഭിനയിച്ചല്ലേ. അതിൽ പിന്നെ ഏതെങ്കിലും പടത്തിൽ വന്നാണ് കോമ്പിനേഷൻ കാണുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അവസരം ഇതിലാ വന്നത്. സോ ഞാൻ അജയ് അടുത്ത് പറഞ്ഞു എന്റെ റോള് ഗോൾഡിലില്ലേ? ഇല്ല, ഗോൾഡ് ഇല്ല, പുത്രന്റെ അല്ലേ. നമ്മൾ ഏതോ പടത്തില് ഒന്നിച്ച് അഭിനയിച്ചില്ല, പടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധം തോന്നിയത്. അതേപോലെ തന്നെ പടത്തില് വേറൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്, ഷാജുൻ ചെയ്യേണ്ട. എനിക്ക് കോമ്പിനേഷൻ ഇല്ല. എനിക്ക് നിക്കുണ്ടോ ഷാജുൻ കേട്ടോ? ഷാജുൻ കോമ്പിനേഷൻ ഉണ്ടോ? നിങ്ങൾ താരക്ക ഓരോ എപ്പിസോഡിക്കൽ ഇപ്പൊ ജാഫ്രിക്ക, ഷാജുൻ ചേട്ടൻ, ഞാനും ഒക്കെ ആയിട്ട് താരയാണ് കോമൺ. താരയോട് ചോദിക്കാം. ഇപ്പോൾ ഷാജുൻ ചേട്ടനായാലും ജാഫ്രിക്കയായാലും രണ്ടുപേർക്കും മിമിക്രി എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ കഴിവാണ്. രണ്ടുപേരും എന്തെങ്കിലും മിമിക്രി സെറ്റിന്റെ ടൈമിൽ ചെയ്ത് കാണിച്ചിരുന്നു? ഷാജുൻ ചേട്ടൻ അങ്ങനെ അധികം സമയം എനിക്ക് സ്പെൻഡ് ചെയ്തില്ല, വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇക്ക മാത്രം മിമിക്രി ഒന്നും ചെയ്തില്ല, പക്ഷെ വളരെ എന്റർടൈനിങ് ആയിരുന്നു. കഥകൾ പറയും, ചെറിയ പടമൊക്കെ വരച്ച്, പടവും വരയ്ക്കും. കുഞ്ഞ് ഒരു 5 വെച്ചിട്ട് തലയൊക്കെ വരച്ചില്ലേ, ഗാന്ധിജി തിരിഞ്ഞു നടക്കുന്നു. അതെന്തായിരുന്നു 5 വെച്ച്? അത് ഈ കൊച്ചി ഞാനും കൂടി അപ്പുറം ഇപ്പുറം ഇങ്ങനെ അഭിനയിക്കാം. അപ്പൊ അവിടെ വെച്ചേക്കും എനിക്ക് സജഷൻ എടുത്തോളേ, അപ്പൊ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ഒരു തുണ്ട് പേപ്പറോടെ കിടന്നതിന് പേരയ്ക്ക് പണ്ട് ഈ പരിഷത്തിന്റെ എഴുത്ത് മഞ്ഞക്കാടലല്ലേ
അതെ. മഞ്ഞക്കാടില്ലേ 15 വയസ്സാടെ അതിനകത്തുള്ള മറ്റേ ഇതിനൊക്കെ അവനൊന്നും അറിയില്ലേക്ക, അവനിപ്പോ 15 വയസ്സ്. 15 വയസ്സാക്കാട് ഇപ്പോഴും ഉണ്ടോ മഞ്ഞക്കാട്? ഇല്ല, അവനറിയോന്ന് മറ്റേ പോസ്റ്റ് കാർഡ് ഇതാണോ ചെറിയ പോസ്റ്റ് കാർഡ് ആ. ഇത്രയുള്ള മഞ്ഞ. മനസ്സിലായി. അപ്പൊ അതിൽ ഈ പരിഷത്തിന്റെ ആൾക്കാരെ ഇങ്ങനെ സ്നേഹപൂർവ്വം പരിഷത്തിന്റെ ഇന്ന യൂണിറ്റിന്റെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്, സ്നേഹപൂർവ്വം നമ്മളിട്ട് ഇങ്ങനെ എഴുതി വിടുന്നത്. ആ എഴുത്തിന്റെ ഹാൻഡ് റൈറ്റിങ് വലിയ കുഴപ്പമില്ല. അതിന്റെ അതിനെ എഴുതുമ്പോ അങ്ങനെയാ. അത് അങ്ങനെ എഴുതി വിടുമ്പം ചെറിയ ചെറിയ വരയൊക്കെ ഈ ബാനർ എടുത്ത് ഇപ്പൊ രാജീവ് ഗാന്ധി സാറ് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഞാൻ ഒരു വലിയ ഒരു ബോർഡ് എൻ്റെ മുകളിൽ ഇരിക്കുക. രാത്രി തുടങ്ങി നേരം വെളുക്കുമ്പോൾ ഈ ന്യൂസ് റേഡിയോയിൽ അറിയണമെന്ന്. അപ്പം ഞാൻ അതിൽ നിന്ന് ഇറങ്ങി അന്ന് ഞാൻ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പം എഴുതുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മരണപ്പെട്ടേക്കണ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവ്. അപ്പം ഞങ്ങളെല്ലാം ഇതെല്ലാം നിർത്തി. രാത്രി അത് ഫിനിഷിങ് ഘട്ടം നിർത്തിയേച്ച് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ പൂർത്തീകരിച്ചത്. അങ്ങനെ ചെറിയ വരെയും കൂടെയൊക്കെ ഉള്ളൂ. ഈ കൊച്ചിനെ കൊണ്ടുപോയപ്പോൾ ലോലൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ടായിരുന്നു മാസികയിൽ. പണ്ട് മത്തായിക്കൽ, ലോലൻ, മേരിച്ചേടത്തി, പഞ്ചായത്ത് പ്രസിഡന്റ്, ഗാന്ധിജി. ഇപ്പോൾ ഗാന്ധിജി ഒരു മതിലിൻ്റെ അപ്പുറത്തൂടെ പോകുന്നു. അപ്പോൾ ഇതെന്നാന്ന് ചോദിക്കും വരച്ചിട്ടേ. അപ്പം ഇങ്ങനൊരു പേപ്പറാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഒരു മതില്, അല്ല ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടൊരു കമ്പും ഇങ്ങനെ. ഇതെന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾ പറയും ഇത് മതിലിൻ്റെ അപ്പുറത്തെ വശത്തൂടെ ഗാന്ധി അങ്ങാറ് നടന്നു പോകണം, പിന്നെ ആന പുറകോട്ട് പോകണം, ഇങ്ങനെ കുറെ സാധനങ്ങൾ. അതാ വലിയ എന്തെങ്കിലും പണ്ണായിക്കോട്ടെ. എന്നിട്ട് ആക്ഷൻ പറയുമ്പോ കറക്റ്റ്. ഇപ്പോ കഥ പറയുന്ന സംഭവം ട്രെയിലറിലും ഇങ്ങനെ ഭയങ്കര ശബ്ദമൊക്കെ മോഡുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഞാൻ പാടില്ല, പരാതിയാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. കൂമൻ സിനിമയിൽ ഒരു കഥ പറയുന്നുണ്ട് നാസിഫ് അലിയോട്. ആ കഥ പറയണ എന്ന് പറയുമ്പോ പാടത്തിരുന്നിട്ടല്ലേ? അല്ല, അല്ലാണ്ട് എനിക്ക് തട്ടുമ്പുറത്ത് ഏറുമാടം പോലത്തെ അത് മൊത്തത്തിൽ കഥ പല സ്ഥലത്ത് പറയാനുണ്ട്. തോട്ടില്ല വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇരുന്ന് പറയാനുണ്ട്, ഈ ഷെഡിൽ പറയുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ആ കള്ളന്റെ കഥ പറയുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഹുക്കായി പോയി. ഇങ്ങനെ ശരിക്കും ഈ കഥ പറയുന്നത് റിയൽ ലൈഫിൽ ഇങ്ങനെ കഥ പറയുന്ന ഒരാളാണ്. എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ. ഈ കാര്യം ട്രാവൽ ചെയ്യും, ജോലിയുടെ ഭാഗമായിട്ട്, മിമിക്രി ഭാഗമായിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 1991 കാര്യം പറഞ്ഞപ്പോ രാജീവ് ഗാന്ധി സാർ 91 കാര്യം ഇപ്പൊ പറഞ്ഞേ. പിന്നെ പെരുമ്പത്തൂര് മരണപ്പെടുന്ന സമയത്ത് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നേ മറ്റേ ബോർഡില്ലേ, ഇല്ല ബോർഡിൽ ഇങ്ങനെ ചിഹ്നം വരച്ചോണ്ടിരിക്കുക. അത് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളെല്ലാം താഴെ ഇറങ്ങി. പറയേണ്ട കാര്യമില്ല, അന്ന് കാര്യം ഓർത്ത് പറഞ്ഞാൽ മതി. പക്ഷെ പറയുന്ന വോയിസ് ഭയങ്കര ഹുക്കിംഗ് ആണ്. കുറച്ചു പേരുള്ളൂ അങ്ങനെ കഥ പറയുമ്പോ നമ്മൾ കേട്ടിരിക്കണത്. ലളിതാമ്മ അവര് ആഡം ജോണില് കഥ പറയുമ്പോ നമ്മളത് നമുക്ക് കേട്ടിരിക്കും എപ്പോഴും. അത് മൊത്തത്തിൽ ആ പടം സീനല്ലാതെയും ഇങ്ങനെ കക്കാൻ കയറുമ്പോഴൊക്കെ എന്റെ വോയിസ് ഓവർ ഇങ്ങനെ നടപ്പുണ്ടല്ലോ. ഈ ആളുകളുള്ള വീട്ടിൽ എനിക്ക് കക്കുന്ന ഇഷ്ടമല്ല. അവന് ആളുകളുള്ള വീട്ടിൽ കക്കുന്ന ഇഷ്ടം ഒരു വീട് അതൊക്കെ അല്ലേ. അതെ, ഈ മോഡുലേഷൻ ആക്ച്വലി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ്? അല്ല, സ്ഥിരമായിട്ട് ഞാൻ ശരിക്കേ ഞാൻ 1995 ആദ്യമായിട്ട് 93 ആദ്യമായിട്ടൊരു ഗൾഫ് ട്രിപ്പ് എന്നും പറഞ്ഞൊരു ട്രിപ്പ് പോണ്. പിന്നെ 95 ഒരു ജർമ്മൻ ട്രിപ്പ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ രഞ്ജിത്ത് സാറല്ലേ, കോഴിക്കോട്. രഞ്ജിത്ത് സാറ്, നമ്മുടെ നടൻ സിദ്ദീഖിക്ക, കലാഭവൻ റഹ്മാനിക്ക, പിന്നെ സന്തോഷം എന്ന് പറയുന്ന പെരുമ്പാവൂരുടെ പയ്യൻ ഞാൻ, ഈ 5 പേര് ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിൽ ഞങ്ങൾ അവിടെ ഒരു പ്രോഗ്രാമിന് പോയി. ഞങ്ങൾ 3 പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. മറ്റേ സിദ്ദീഖയുടെ വൈഫ് പോയ ഇത് വെച്ചിട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു വന്നു പരിപാടി. ആ സമയത്ത് ഞാൻ പോകുന്നത് സിദ്ദീഖിക്കായ്ക്ക് ഫീമെയിൽ പാടാനാണ്. ആ ഫീമെയില് അതായത് അദ്ദേഹവും ഞാനും സ്റ്റേജിൽ. ഞാൻ അന്നേരം ആ ടൈമിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ. അന്ന് കലാഭവനിലായിട്ടില്ല, ഞാൻ 2000 കലാഭവനാണ്, 2002. ആ ടൈമിൽ ഞാൻ കലാഭവൻ റഹ്മാനക്കാർ ട്രൂപ്പിലാണ്. അപ്പം ഈ ഫീമെയിൽ ടോൺസ് കംപ്ലീറ്റ്, പിന്നെ ഗിറ്റാറ്, വയലിൻ, കീബോർഡ് ഇതൊക്കെ തൊണ്ടുകൊണ്ട് മിസ് ഗാനമേള എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായി. അപ്പം ആ ടൈമിലൊക്കെ എൻ്റെ സ്വരം സ്ത്രീകളുടെ സ്വരം ഏതാണ്ട് അങ്ങനെ. അപ്പം അത് വെച്ചിട്ട് അന്നത്തെ ഹിറ്റ് പാട്ടാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടൊന്നി എന്ത് പരിഭവം. അത് ഡ്യൂറ്റാണല്ലോ. അത് സിദ്ദീഖ മെയിലും
ഞാൻ ഫീമെയിലും. അപ്പം ഞാൻ മിഡിയും ടോപ്പും ഒക്കെ ഇട്ടിട്ട് റായൊക്കെ വെച്ച് അങ്ങനെ ഒരു സ്റ്റേജിൽ വെച്ചിട്ടൊരു മാഡം ഒരു 5 പവൻ്റെ ഒരു നെക്ലേസ് എനിക്ക് ഇട്ട് ചെയ്യാനായിട്ട് തന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ട് അവരത് മറന്നുപോയി. അവർ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളെ വിളിച്ച സ്പോൺസർ ചേച്ചിയുടെ അടുത്ത് അവരെ കൊടുത്ത് പോയി. അന്നേരം എനിക്ക് സ്ത്രീകളെ കൂട്ടുകാരികൾ, ഞാൻ സ്ത്രീയായിട്ടല്ലേ ഈ സ്റ്റേജിൽ. അപ്പൊ അവര് വട്ടം വിളിച്ചോണ്ട് ഞാൻ നടക്കും, ഞാൻ ഒരു പുരുഷനാന്നുള്ള കാര്യം അവർക്ക് എന്നാ പാട്ട് അങ്ങനെ അത് ഒച്ചയെന്നായി ഒച്ച വന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഒച്ച ഒക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ NF റീസേട്ടൻ കത്തി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എല്ലാ പടത്തിലും. അതിനു മുമ്പ് നിൽക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഏതാണ്ട് എൻ്റെ സ്വരവിലെ ഈ 8 സുന്ദരി എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തായിരുന്നു. അതിനകത്തൊക്കെ ഒരു സ്വരം വേറെയാ. ഈ ശബ്ദം കട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാവത്തിലുമൊക്കെ മാറ്റം വന്നു. അത് പൊതുവെ പ്രകൃതി നിയമമായിരിക്കും. അങ്ങനെ അതായിരിക്കും എനിക്കറിയാൻ അപ്രായത്തിൽ പ്രായപൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് ആ സൗണ്ട് വെച്ച് പിന്നെ കാശുണ്ടാക്കാൻ തുടങ്ങി. അടിപൊളി. എനിക്ക് ആക്ച്വലി ഇപ്പൊ ഒരു വിഷ്വൽ വന്നിരുന്നു, ആ പെൺവേഷം എന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോ ആലോചിച്ചു ആ പെൺവേഷം വെച്ചിട്ട് കുറുനരൊക്കെ ഇട്ടേ മിഡിയും ടോപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഇപ്പൊ എനിക്ക് പാടാൻ പറ്റില്ല. ഇപ്പൊ ക്ലീൻ ഷേവ് ചെയ്ത് മുടി വെട്ടിയ ജാഫ്രിക്കൊക്കെ ഒരു വില്ലൻ ലുക്കാണ് ആക്ച്വലി ക്ലീൻ ഷേവ് ചെയ്ത. എന്നാൽ നല്ല താടി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്, നല്ലവനായ ലുക്കാണ്. സാധാരണ നരയൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണ് വെക്കുമ്പോഴാണ് നമുക്കൊരു ഭയം തോന്നേണ്ടത്. ക്ലീൻ ഷേവ് ചെയ്താൽ നല്ല ക്യൂട്ട്. പക്ഷെ അല്ല, ജാഫ്രിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ട് നോക്കും. മീശയുണ്ടോ? ഞാൻ ഫീമെയിലിൽ പാട്ട് പാടിയുണ്ട്, സ്റ്റേജിൽ തന്നെ പാട്ട് പാടിയുണ്ട്, ഫുൾ പാട്ട് പാടിയുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിന്നൊക്കെ അവിടെ മാക്സി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പയ്യനൊക്കെ ഉണ്ട്, അയാളൊക്കെ അവസരം അതുപോലെ നമ്മളും പാടിക്കൊണ്ടിരുന്ന. അത് എസ് ജാനകിയുടെ പാട്ടൊക്കെയായിരുന്നു നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. ജാനി ചേച്ചിയൊക്കെ പാടുന്ന പാട്ടൊക്കെ ആയിരുന്നു. ഉണരൂ വേഗം, പിന്നെ പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂമെതിരെ, ഇതൊക്കെ നമ്മളങ്ങനെ പാടിക്കൊണ്ടിരുന്ന. ഇപ്പൊ ആകെപ്പാടെ കേശവന്റെ വണ്ടി നിന്റെ മോന്റെ മെത്തറിഞ്ഞു മുട്ടിച്ചതാ. കുട്ടി മരിച്ചില്ല, ആയുസിന്റെ ഒരു ബലേ അങ്ങനെ. അപ്പൊ എന്നെ വറീസേനെ വെച്ച് ഒത്തിരി കാശുണ്ടായി. പിന്നെ ഇത് ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമാണ്. വറീസേട്ടന്റെ സംഭവം പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ അമേരിക്കയിൽ നാശാക്കാരുടെ ഒരു ഷോ പോയി. ഷോ പോയപ്പോൾ നമ്മുടെ ഹരിശ്രീ ജോർജേട്ടൻ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജോർജേട്ടൻ അവിടെ ചെന്ന് അവിടെ എന്ത് ലൈസൻസിൻ്റെ കാര്യത്തിനൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേനും സോഫിയ അവിടെ താമസിക്കുന്നു, മറ്റേ വറീസേട്ടൻ്റെ മോളെ. അപ്പോൾ പുള്ളിയെ വീടുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് പരിപാടിക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക, കയ്യടിയുണ്ട്, ആ പാട്ടിന് കയ്യടിയൊക്കെ ഉണ്ട് എങ്കിൽ മറ്റേ സ്റ്റേജിലും നമ്മളത് പാടാൻ തുടങ്ങില്ലേ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇന്നാ പാട്ട് പാടണം കേട്ടോ, വേറെ എന്തെങ്കിലും പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് വരില്ലേ. എന്തായിരിക്കും കയ്യടി കിട്ടുകയും ചെയ്തു. ഞാൻ ഈ വറീസേട്ടൻ്റെ സൗണ്ട് അത് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ സൗണ്ട് അതെല്ലാം സെറ്റ് ചെയ്യണൊക്കെ സമയത്ത് എനിക്ക് നായകൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് വറീസേട്ടൻ്റെ സൗണ്ട് നീ പറയണ്ട കേട്ടോ. എനിക്ക് വല്ലാതെ പോയി. വല്ല കുഴപ്പം പറ്റിയിട്ടാണോ അവിടെ തൊണ്ടയ്ക്ക് വല്ല പ്രശ്നം വന്നാൽ എന്താ, ഞാൻ കയ്യടി ഒത്തിരി മേടിക്കണതല്ലേ അത്. ഞാൻ ആ ഫീലിങ്സിൽ തന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ജോർജേട്ടൻ എടാ നീ ഇന്നലെ വന്നിട്ട് എന്താ നീ അത് മറ്റേ വറീസേട്ടൻ്റെ ഇത് പറയാൻ അപ്പം ആ കുട്ടിയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നവരെ ഫോണിൽ കൂടെ പറഞ്ഞോളൂ നായസായൊക്കെ പുറത്തെ ആ കൊച്ചി പ്രോഗ്രാം കാണാൻ വരുമ്പോൾ അച്ഛൻ്റെ സ്വരം പറയുമ്പം അവന് വല്ല പ്രയാസം ഉണ്ടാവും. ഇത് വേറെ ചാനലിൽ പറയുക കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് പുള്ളി അങ്ങ് ബ്ലോക്ക് ചെയ്താ. എന്നിട്ട് ഞാൻ ഈ വരുന്ന ഫോണിൽ കൂടെ ജോർജേട്ടൻ വിളിച്ചിട്ട് കേശവൻ്റെ വണ്ടി നിന്റെ മോൻ്റെ മേൽ തട്ടിയിട്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് കുറേ കാശുണ്ടാക്കി നമുക്ക് കളിച്ചിട്ട് റീസെന്റ് കേൾക്കണ്ടായിരിക്കും. ഒരു ഇന്റർവ്യൂല് ജാസ്രിക്ക ഫുഡിനെ കുറിച്ച് പറയണ്ടേ, കുക്കിങ്ങിനെ കുറിച്ച് പറയണ്ടായിരുന്നു. സെറ്റിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും നല്ല ഭക്ഷണം കുക്ക് ചെയ്ത് തന്നിരുന്നോ? ഇല്ല. അത് ശരി, ഞാൻ സെറ്റിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓർത്തെന്താ ചെയ്യാ, അഭിനയിക്കാൻ പോവില്ലടാ അവിടെ ചട്ടികളൊക്കെ. അല്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് അങ്ങനെയൊന്നും അവിടെ ഒന്നും കിട്ടില്ല.
കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്താന്നേ നമ്മൾ ഈ കണ്ടു പഠിച്ചു നോക്കിയാൽ വീട്ടിൽ നോക്കി അങ്ങനെയല്ല, പണ്ട് അങ്ങനെയല്ല അവനെ. നമ്മൾ ഈ ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ അത് ഉണ്ടാക്കി തിന്നേച്ച് ഇത് അടുപ്പേ കിടന്ന് വേകുമ്പോൾ തൊട്ട് തന്നെ ചുറ്റും കാണും. ഇന്നല്ലേ പിള്ളേർക്ക് വേണ്ടാത്തേ, അന്നില്ലാത്തോണ്ട് വേണം. ഇന്ന് എവിടെ നോക്കിയാലും ഫുഡല്ലേ. അന്ന് വെള്ളം കാച്ചി തുടങ്ങിയപ്പോഴത്തേനും ഇരപ്പ് കൊടുക്കുമ്പോഴത്തേനും ചോറിൻ്റെ കളത്തിൻ്റെ അടുത്ത് നിൽക്കും. എൻ്റെ എന്നാ കറി, അല്ല ആ കറി നല്ല കറിയാണെങ്കിൽ അത് എവിടെയെങ്കിലും വട്ട് കളിക്കോ പന്ത് കളിക്കോ ചെയ്യണേ ആ മറ്റേ പിള്ളേരോട് ഇറച്ചിയൊക്കെ മേടിക്കുന്ന ദിവസം അവരോട് ഞങ്ങൾ ഇന്ന് ഇറച്ചി മേടിച്ചിട്ടോ ഒന്നും സത്യം പറയാം, നമ്മളത് പറയും. എന്നാൽ അതിൻ്റെ ഒരു ഘട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനെ തന്നെ പഠിച്ചേ. അല്ലാതെ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കുക്കിങ് പഠിക്കുമോ ആവുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയാൻ മണി, കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് പുള്ളി സ്റ്റൗവായിട്ടും ഗ്യാസായിട്ടും 3-5-6 കുക്കേഴ്സിനെ കൊണ്ട് നടക്കും. പുള്ളി തന്നെ അവരുണ്ടാക്കും പറക്കും. ഇപ്പം ഞങ്ങളൊക്കെ ട്രിപ്പ് പോയിക്കുമ്പോൾ പുള്ളി മീൻകറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇറച്ചി വയ്ക്കും, ഇറച്ചി ഞാൻ വയ്ക്കുകയാണെങ്കിൽ പുള്ളി മീൻ വയ്ക്കും, പുള്ളി ഒരു ചമ്മന്തി സ്പെഷ്യലുണ്ട്. അതൊക്കെ അങ്ങനെ അത് ഇപ്പോൾ ഒന്നും നടക്കിയാലെന്നേ. മണിച്ചേട്ടൻ മാത്രം എങ്ങനെ അത് ആർക്ക് എല്ലാവർക്കും അറിയാം. അത് പുള്ളി വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റൗ വേണം, ഗ്യാസ് വേണം, അത് വേണം. പുള്ളി ഒരു വീടെടുത്ത് താമസിക്കുമല്ലേ, മിക്കവാറും ഹോട്ടലിൽ വിടും. പുള്ളി ഹോട്ടലിലല്ലായിരിക്കും, പുള്ളിയുടെ കൂടെ ഒരു 10-25 പേരും ഉണ്ട്. അവരെല്ലാം കൂടെ കൂടിക്കെട്ടി അവിടെ ചിലപ്പോൾ പുള്ളി ഇവിടെ കട്ടിലേൽ എല്ലാവരും കയറി കിടക്കും. അതിൽ പുള്ളി ചിലപ്പോൾ നിലത്തായിരിക്കും കാണുന്നത്. പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പുള്ളി എവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞു കൂടും. അതിനകത്ത് വലിയ കട്ടിലൊക്കെ കയറി ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ട്, ആശാനൊക്കെ എങ്ങനെയായിരുന്നു. അപ്പം അതൊരു നല്ല കാര്യം. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ നിസ്സാര ദിവസം കൂടെ തീർക്കണം, 10 ദിവസം പെട്ടെന്ന്. അവിടെ ഒന്നും കുക്കിങ്ങും സംഭവമൊന്നുമില്ല. എനിക്കൊരു ദിവസം എല്ലാവർക്കും കുക്ക് ചെയ്ത് തരാം പറയാം. അപ്പൊ സിനിമ നമുക്ക് ഇറങ്ങി ഹിറ്റായതിന്റെ സെലിബ്രേഷനിൽ നമ്മൾ ജാഫ്രിക്കയുടെ വീട്ടിൽ ആ അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇതേ ഉള്ളൂ. ആമോസ് അലക്സാണ്ടർ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അജയ് സാറാണ് ഇതിൻ്റെ കഥയും. അജയ് അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ കഥ എഴുതിയതും സംവിധാനം ചെയ്തതും. പിന്നെ പ്രശാന്ത് ആണ് റൈറ്റ് ചെയ്യുമ്പം രണ്ടുപേരും റൈറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ആ പ്രശാന്ത് വരണ്ടാണ് ഇന്ന് പുള്ളിക്ക് എന്ത് തിരക്കായിപ്പോയി. പിന്നെ അഷറഫ് പ്ലാക്കൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്, ഒരു മഹാമനുഷ്യനാണ്. അത് വെച്ച് കഴിഞ്ഞാലിപ്പം പുള്ളിയുടെ അല്ല 7ാമത്തെ ഇപ്പൊ അദ്ദേഹം വേറൊന്നും കൂടി ഇപ്പൊ 7-8ാമത്തെ കണ്ടത് മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞ നാദുഷയുടെ ഡയറക്ടർ ചെയ്യുന്ന പുതിയ അതിന്റെ പ്രൊഡ്യൂസറാണ്. അതിപ്പോ എനിക്കൊന്ന് ഡിസംബറിൽ ഇറങ്ങും. അത് ഒന്നാമത് ഇപ്പോഴേ ചില പിള്ളേരൊക്കെ കഥ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും അത് കഥയൊന്നും കൊള്ളി അല്ലെങ്കിൽ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തി വിടുന്ന ഒരാളല്ല. അമ്മനെ നമുക്ക് നോക്കാം, അയ്യോ ഇത് കൊള്ളിയാലോ, ഇതൊന്നും ആയിട്ട് എൻ്റെ അടുത്ത് വരരുത്, അങ്ങനത്തുള്ള സ്വഭാവക്കാരനല്ല. അതുകൊണ്ട് പുള്ളി അങ്ങനെ വെറ്റിലും ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? 13 വർഷത്തെ അജയുടെ ഒരു സ്വപ്നത്തിന്റെ പുള്ളി ആ ലെവലിൽ നിന്ന് വന്നാൽ പുള്ളി ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ കൈകാര്യം ചെയ്ത് വന്ന് പുള്ളി എന്നെക്കാൾ കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളതാണ്. പുള്ളി ഒരു 1000 സിനിമ എങ്ങനെ ചെയ്ത് കാണും. നമ്മൾ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ആർട്ട് ബാബാക്ക അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പുള്ളി ദുബായിൽ ആണ്, ഫാമിലിയൊക്കെ കുന്നുകൊടുത്ത് സെറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു അവരുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ ആ ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഇതാണ് അദ്ദേഹമാണ് ആള്. അപ്പം അങ്ങനെ ആരും നിരുത്സാഹപ്പെടുത്തി വിടുകയല്ലേ. ഒന്ന് പറയുന്ന കാര്യം കേട്ട് ഇപ്പം ഇച്ചിരി പൈസ പോയാലും ശരി പുള്ളി എങ്ങനെയില്ല അത് തീർത്തു കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മഹാഭാഗ്യമായിട്ടാണ് അങ്ങനത്തെ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സിനിമ തീരുമ്പം ചിലപ്പോൾ ഒരു 10-25 രൂപ അങ്ങോട്ട് കൊടുക്കാനാണുള്ളൂ. കംപ്ലീറ്റ് ബില്ല് തീർത്ത് പോകുന്ന ഒരു പ്രൊഡക്ഷൻ. ഇദ്ദേഹം സിനിമ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങോട്ട് യൂണിറ്റാലൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വരും. അവിടെ ഒരു 10 ദിവസം അങ്ങനെ അതാ കൊള്ളാരവറാണ്. 10 ദിവസം പേയ്മെന്റ് ആദ്യം കൂടി ചെയ്യും. അത് കേട്ട് തീരുമ്പോഴത്തേനും അടുത്ത പേയ്മെന്റ് ചെയ്ത് അങ്ങനെ അത് അറിഞ്ഞോണ്ടാ. നമ്മളിപ്പം വലിയ നടന്മാർക്കും നടന്മാർക്കും അല്ലെങ്കിൽ ക്യാമറാമാനൊക്കെ പൈസ മേടിക്കുന്ന അവരുടെ അടുത്തിച്ചിരി നിലനിർത്തിക്കൊണ്ട് ഡെയിലി വേസായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നവനെ. സിനിമ ഓടിക്കുമ്പോൾ അവര് അന്നത്തെ പൈസ വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ശനിയാഴ്ച ആ പൈസ മേടിച്ചിട്ടായിരിക്കും അല്ലേ. അത് അവരെ പിടിച്ചിട്ടേച്ച് വലിയ ആൾക്കാർക്ക് പൈസ കൊടുത്തു കൊണ്ടുപോകുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയല്ല, ഇവർ ആദ്യം തന്നെ തൊഴിലാളികൾക്കും കൂടെ പൈസ കൊടുക്കും. അയാളുടെ പടം തുടങ്ങിക്കഴിഞ്ഞാൽ തൊഴിലാളി ഇപ്പം മാർത്താണ്ഡത്തുനിന്ന് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ അത് ഇട്ടേച്ച് ഈ പടത്തിനാന്ന് പറഞ്ഞു വരും. ഞങ്ങളെ ഇതൊന്നും പറയുന്നതല്ല, ഞാൻ കണ്ടറിഞ്ഞതാണ്. ഞങ്ങൾ ഈ കേൾക്കുന്ന എല്ലാവരും അയാളോട്ട് അറിയാവുന്ന ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒരു മനസ്സുള്ള ആളാണ്. അടുത്ത ജനുവരിയിൽ പുള്ളിയുടെ പുതിയ പടം ഏതാണ്ട് തുടങ്ങാൻ പോകുമെന്ന് ഞാൻ കേട്ടു. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം അലക്സാണ്ടർ ഞങ്ങളൊക്കെ കൂടി അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് കാണാൻ പറഞ്ഞ് നിങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടണം. കാരണം നമ്മൾ വലിയ ഒരു നടന്മാരൊന്നും സ്റ്റാർസ് ഒന്നും ഉള്ള പടമല്ല.
ഇയാളുടെ നല്ല പെർഫോമൻസ് ആണ്. ഇയാളുടെ ഡെബ്യൂ സിനിമയാണ്, അജയുടെ ഡെബ്യൂ സിനിമയാണ്. മ്യൂസിക് ഡയറക്ടറിന്റെ പേര് മിനി ബോയ്. മിനി പോയി മിനി ആ പാട്ട് കേട്ടിരുന്നോ? മറ്റേ ചെറിയ ലവ് സോങ് കേട്ടായിരുന്നു, കനിമൊഴി. അങ്ങനെ അതെ, കനിമൊഴി. ഈ വർഷം തന്നെ നോക്കുവാണെങ്കിൽ അജു ബ്രോ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, സീരീസിലും അഭിനയിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ ഈ ക്യാരക്ടർ ഷിഫ്റ്റ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്? ഡയറക്ടേഴ്സ് പറയുന്നത് ഫോളോ ചെയ്യുക, അതാണ് ഞാൻ എടുക്കുന്നത് മെത്തേഡ്. ഇപ്പോൾ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫേസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ക്യാരക്ടർ ഫീൽ ചെയ്ത് അഭിനയിച്ചിട്ടില്ല ഇന്നുവരെ. ആ എനിക്ക് അത് പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ മൊമെന്റ് ഫീൽ ചെയ്യാൻ പറ്റുക, ഇന്ന് വരെ എനിക്കത് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിനയിക്കുക. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ത് പറയുന്നു, റൈറ്റേഴ്സ് എന്ത് പറയുന്നു, എനിക്ക് അവരുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാറുണ്ട്. അവരാണല്ലോ നമ്മളുടെ കഥാപാത്രത്തെ എത്രയോ വർഷം. ഇപ്പോൾ അജയുടെ കേസിലാണെങ്കിൽ അജയ് എൻ്റെ ക്യാരക്ടറായ ജോണിനെ 13 വർഷമായിട്ട് ജോണിനെ അയാൾ കൊണ്ടുനടക്കുക. എൻ്റെ പുറത്തൊരിക്കലും ഇന്നലെയോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ വന്നൊരു നടൻ എൻ്റെ മുകളിൽ കൺസീവ് ചെയ്യാൻ ചിലപ്പോൾ ചില സാധനങ്ങൾ ഇംപ്രവൈസേഷൻസ് പറ്റാം. അത് ആ പറ്റും കൂടെ പെർമിഷനിലൂടെ നമുക്ക് ചെയ്യാമെന്നല്ലാതെ ആത്യന്തികമായി അതിൻ്റെ ആ അന്തസത്ത ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് എല്ലാ സിനിമയുടെയും അവസ്ഥ. സോ ട്രസ്റ്റ് യുവർ ഡയറക്ടേഴ്സ്. അത്രേ ഉള്ളൂ. ചില ആക്ടേഴ്സിന് ഇപ്പോൾ ജയേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്, ജീവിക്കും. നമുക്ക് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമുക്കറിയാം, സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇന്റലിജൻസ് വരെ ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞപ്പം അദ്ദേഹമായിട്ട് പറഞ്ഞല്ല, നമ്മൾ പറയുന്നത് ഡീകോഡ് ചെയ്തെടുത്താണ്, പൾസ് വരെ മാറുന്നു ഫീൽ ചെയ്യും. ജയേട്ടനെ പറ്റാറുണ്ട്. നമുക്ക് ഷാജി പാപ്പൻ മാറി അങ്കൂർ റാവുത്തറാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അത് ഹൈറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ, ഫോക്കസ്, ആക്ടിങ്ങിന്റെ വേറെ ലെവലാണ്. ചിലപ്പോൾ തിയേറ്റർ ട്രെയിനിങ് ഒക്കെ ഉള്ള ഇവർക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പറ്റും എങ്ങനെയാണെന്ന്. എനിക്ക് പറ്റും, പരിസരത്ത് പോലും പറ്റിയിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്തത് ലവ് ആക്ഷൻ ഡ്രാമയാണ്, നിവിനായിട്ടുള്ള കോംബോയിൽ. അതിനുശേഷം സിനിമ വന്നിട്ടുണ്ട് സർവമയത്തെക്കുറിച്ച്. ചെറിയ കോമ്പിനേഷനാണ്, എൻ്റെ 8 ദിവസമുള്ളായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ആസ്വദിച്ചു. ഇതേപോലെ അഖിൽ സത്യം എന്ന് പറഞ്ഞ ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് ടൈം ആ സിംഗ് സൗണ്ട്. അപ്പം സത്യൻ സാറിൻ്റെ സിനിമകളാണ് നമ്മൾ കണ്ടുകൊള്ളുന്ന സിനിമ. അതെ, അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ഫീൽ ഗുഡ്നെസ്. പാച്ചു നമ്മൾ കണ്ടതാണ്, ഒരു ഫീൽ ഗുഡിന്റെ വേറൊരു രീതിയാണ് അഖിലിന്റെ പാറ്റേൺ. അത് ഇതിലുണ്ട്. നിവിൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു സ്റ്റാർ മെറ്റീരിയലിനെ അഖിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് സർവമ്മയിലൂടെ കാണാം. അത് രസകരമായിരിക്കണം, ആയി തീരട്ടെ. അതെ, ഓക്കെ. എന്തായാലും താങ്ക് യു ഗൈസ് വന്നതിൽ. അമോസ് അലക്സാണ്ടർ അമേസിംഗ് അലക്സാണ്ടറായി മാറട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ടു ക്ലബ് FM. ഓക്കെ, താങ്ക് യു. ഓക്കെ.